വെൽക്കം ടു സ്റ്റോറീസ് ടെല്ലർ ഭാഗം 16. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ എല്ലാവരുടെയും അധ്വാന ഫലമായ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റിനുള്ള സമ്മാനം നമ്മൾ നേടിയെടുത്തിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ നമുക്ക് ലഭിക്കാതിരുന്ന ഈ അംഗീകാരം ഇത്തവണ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോ ഇന്ന് ആഘോഷത്തിന്റെ രാത്രിയാണ്. അതുകൊണ്ട് എല്ലാവരും വയറ് നിറച്ച് കഴിക്കുക, കുടിക്കുക, ആർമാദിക്കുക. ഡോക്ടർ ഡേവിഡ് നാടകീയമായി പറഞ്ഞു. മതിയെടോ, നിർത്ത് തന്റെ പ്രസംഗം. പ്രകാശ് ഡേവിഡിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും ആ തമാശയിൽ പങ്കുചേർന്നു. ഡേവിഡ് ഡോക്ടർ ഇപ്പോഴേ ഫിറ്റ് ആണോ? ശിവാനി പ്രകാശിന്റെ ചെവിയിൽ ചോദിച്ചു. എടോ ഡേവിഡേ, താൻ അടിച്ചിട്ടാണോ വന്നത്? ഇവിടെ ചിലർക്ക് സംശയം. പ്രകാശ് ഉറക്കെ വിളിച്ചു ചോദിച്ചു. താൻ ചോദിച്ച കാര്യം പ്രകാശ് എല്ലാവരെയും അറിയിച്ചതിന് ശിവാനി പ്രകാശിന്റെ കയ്യില് ഒരു നുള്ളു വെച്ചു കൊടുത്തു. ഹേ, ഞാൻ എപ്പോഴും ഫിറ്റ് അല്ലേ? ഡേവിഡ് ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇന്ന് അടിക്കുന്നില്ല, ആരും എന്നെ നിർബന്ധിക്കരുത്. അതെന്താ ഡേവിഡ്? ഡോക്ടർ വടക്കൻ ചിരിച്ചുകൊണ്ട് അന്വേഷിച്ചു. നാളെ രാവിലെ 6 മണിക്ക് സർജറിക്ക് കയറണം ഡോക്ടറെ. ഇത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സർജറി റീഷെഡ്യൂൾ ചെയ്തേനെ, ഡേവിഡ് നഷ്ടബോധത്തോടെ പറഞ്ഞു. ഡേവിഡ്, ഞാനും ഉണ്ട് നിനക്ക് കൂട്ടിന്. ഞാനും ഇന്ന് അടിക്കുന്നില്ല. ശ്രീദേവും ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. ശ്രീദേവ്, അതെന്താ അങ്ങനെ? പ്രകാശ് ഒരു സംശയത്തോടെ അവനെ നോക്കി. സത്യമായിട്ടും പ്രകാശിന്റെ മുഖഭാവം കണ്ട ശ്രീദേവ് തുടർന്നു. ലേറ്റ് നൈറ്റ് ഡ്രിങ്ക്സ് അടിക്കുമ്പോ വയറ് പണി തരുന്നു, അതുകൊണ്ട് ഒന്ന് ബ്രേക്ക് എടുക്കാന്ന് കരുതി. ഹോ, ഇത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ സർജറി ഞാൻ നിനക്ക് തന്നേനെ, ഡേവിഡ് നിരാശയോടെ പറഞ്ഞു. അപ്പോഴാണ് അമൃത ലിക്കർ കാട്ടുമായി VIP റൂമിലേക്ക് കടന്നു വന്നത്. അങ്ങോട്ട് കയറി ചെന്നപ്പോ തന്നെ സോഫയിലിരിക്കുന്ന ശ്രീദേവിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ അമൃത തിരിച്ചറിഞ്ഞു. ഇവനെന്താ ഇവിടെ എന്ന് മനസ്സിലോർത്തുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. അമൃത, നീയോ? ശിവാനി അവളെ കണ്ടപാടെ അമ്പരെന്ന് ചോദിച്ചു. ഇത് കേട്ട പ്രകാശ് അവളെയും ശ്രീദേവിനെയും മാറി മാറി നോക്കി. എന്നാ അവർ രണ്ടുപേരുടെ മുഖത്തും യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അവർ പരിചയക്കാരാണെന്നുള്ള ഭാവം പോലും ഉണ്ടായിരുന്നില്ല. ഹായ് ഡോക്ടർ പ്രകാശ്, നിങ്ങളെ ഇവിടെ പ്രതീക്ഷിച്ചതേയില്ല. അമൃത നിസ്സംഗതയോടെ പ്രകാശിനെ നോക്കി. ആ, ഞങ്ങൾ നിന്നെയും. ശിവാനിക്ക് അമ്പരപ്പ് മാറിയിട്ടില്ലായിരുന്നു. അപ്പോഴും സോഫയുടെ ഒരു മൂലയിൽ അവളെ നിരീക്ഷിച്ചുകൊണ്ട് ശ്രീദേവ് ഇരിക്കുന്നുണ്ടായിരുന്നു. VIP റൂമിലെ മങ്ങി വെളിച്ചത്തിൽ അവന്റെ പാതിമുഖം ഇരുട്ടിലായിരുന്നു. അവൾ ഗസ്റ്റുകൾക്ക് ഡ്രിങ്ക്സ് സെർവ് ചെയ്തുകൊണ്ട് നടന്നു. വളരെ വിദഗ്ധമായി അതിഥികൾക്ക് കുപ്പി തുറന്നുകൊടുത്തും ആവശ്യാനുസരണം അവ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ബീറും വൈനും അങ്ങനെയെല്ലാം അവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നിന്നു. ഹേ ബ്യൂട്ടി! അമൃതയുടെ പുറകിൽ നിന്നും ആരും അവളെ വിളിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ജോസഫ് വടക്കനായിരുന്നു അത്. അയാൾ അർത്ഥം വെച്ചുള്ള ഒരു ചിരിയോടെ അമൃതയെ അങ്ങോട്ട് ക്ഷണിച്ചു. നീ എങ്ങോട്ടായി ഓടിപ്പോകുന്നത്? പ്രകാശും ശിവാനിയൊക്കെ നിന്റെ ഫ്രണ്ട്സ് അല്ലേ? നമുക്ക് ഒന്നിച്ച് അടിച്ചു പൊളിക്കാം. എന്താ? അയാളുടെ ഈ സംസാരവും ആംഗ്യങ്ങളും ഒന്നും തന്നെ അമൃതയ്ക്ക് അത്രയ്ക്കങ്ങ് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ കാറ്റുമായി അയാളുടെ അടുത്ത് എത്തിയ ഉടനെ അയാൾ അവളുടെ കൈ കടന്നു പിടിച്ചു. അധികാരഭാവത്തിൽ അവളുടെ കൈ പിടിച്ച് കൊഞ്ചാനും കുഴയാനും തുടങ്ങി. വാ, വന്നൊരു കമ്പനി തായോ? വടക്കൻ അയാളുടെ ആ പിടുത്തം ഷോൾഡറിലേക്കാക്കി അവളെ ചേർത്തു പിടിക്കാൻ ശ്രമിച്ചു. അമൃത പരമാവധി അയാളോട് സഹകരിക്കാതെ നിന്നു. ശിവാനിയും പ്രകാശും പരസ്പരം നോക്കി. ഐ ആം റിയലി സോറി, ഇന്ന് ആളില്ലാത്തതുകൊണ്ട് VIP റൂമിൽ കയറിയതാണ്. അതുകൊണ്ട് കുറെ വർക്കുണ്ട്. അമൃത ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നാ വടക്കനാവട്ടെ അയാളുടെ ആ പിടിയിടാൻ തയ്യാറായിരുന്നില്ല. നീ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയല്ലേ? അതിഥികളെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് അറിഞ്ഞൂടെ? വടക്കൻ അക്ഷമയോട് ചോദിച്ചു. അമൃത എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. അല്ല, ഇയാൾ അമൃതയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുവോ? ശിവാനി പ്രകാശിനോട് പതുക്കെ ചോദിച്ചു. അമൃതയാണോ ശ്രീദേവാണോ അടി പൊട്ടിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, പ്രകാശ് ശ്രീദേവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രീദേവ് ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പോഴും ആ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ ജോസഫ് വടക്കൻ, സൂര്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിസിറ്റിയുടെ ന്യൂറോളജി ഹെഡാണ്. ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. നിങ്ങളുടെ സർവീസ് എന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചല്ല എങ്കിൽ എനിക്കിവിടെ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും, വടക്കൻ ദേഷ്യത്തോടെ പറഞ്ഞു. മാനേജറോട് കംപ്ലൈന്റ് ചെയ്താൽ അത് അവളുടെ ജോലിയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനേക്കാളും അവളെ അലട്ടിയ പ്രശ്നം അത് ശ്രീദേവിന്റെ സുപ്പീരിയർ ആണെന്നുള്ളതായിരുന്നു. അവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കാൻ അമൃത ആഗ്രഹിച്ചിരുന്നില്ല. ഐ എം സോ സോറി, ഞാൻ അതിഥികൾക്ക് ഡ്രിങ്ക് സെർവ് ചെയ്യാൻ വേണ്ടി മാത്രമാ വന്നത്. എന്റെ ജോലി അതാണ്, ദയവ് ചെയ്ത് തടസ്സപ്പെടുത്തരുത്, അവൾ ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു. അമൃത അവളുടെ ജോലി തുടർന്നു. അങ്ങനെയാണെങ്കിൽ നീ എനിക്കൊരു കമ്പനി താ, വടക്കൻ അടുത്ത ആവശ്യം പറഞ്ഞു. ജോലി സമയത്ത് അവൾ പറയാൻ വന്നത് മുഴുവനാക്കാതെ നിന്നു. എന്താ, അതിനും പറ്റില്ലേ? വടക്കൻ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ചോദിച്ചു. അവൾ വേറെ വഴിയില്ലാതെ സമ്മതിച്ചു. വാ, വന്ന് എന്റെ കൂടെ ഒരു ഗ്ലാസ് വൈൻ കുടിക്കേ, അങ്ങനെ നമുക്ക് കൂടുതൽ കമ്പനി ആവാലോ എന്ന് പറഞ്ഞുകൊണ്ട്
വടക്കൻ അവളുടെ ഷോൾഡറിൽ പിടിച്ചു. അവൾക്ക് അരിശവും സങ്കടവും ഒരുമിച്ച് വന്നു. അത് മുഖത്ത് കാണിക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. അയാളുടെ പെരുമാറ്റം അവൾക്ക് അസഹനീയമായിരുന്നു. നമുക്ക് കൂടുതൽ കമ്പനിയാകാന്നുള്ള വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ഈ പണി ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. താല്പര്യമില്ലാതെ അവളൊരു ഗ്ലാസ്സിലേക്ക് വൈൻ ഒഴിച്ച് അയാളോട് ചിയേഴ്സ് പറഞ്ഞു കുടിച്ചു. എത്രയും പെട്ടെന്ന് വൈൻ കുടിച്ചു തീർത്താൽ അയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാലോ എന്നോർത്ത് അവൾ ഒറ്റ വലിക്ക് ആ ഗ്ലാസ് കുടിച്ചു തീർത്തു. അവൾ അയാളുടെ കൈകളിൽ നിന്ന് കുതറി മാറിക്കൊണ്ട് കാറ്റെടുത്ത് നടക്കാൻ തുടങ്ങി. അയാൾ വീണ്ടും അവളെ പിന്നിൽ നിന്ന് വലിച്ച് അയാളിലേക്ക് അടുപ്പിച്ചു. സർ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, അമൃത സഹി കെട്ടു പറഞ്ഞു. അയാൾ അത് കേട്ടില്ലെന്നുള്ള ഭാവത്തിൽ അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, നീ ഇവിടെ ഞങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനല്ലേ വന്നിരിക്കുന്നത്? ഒരു കാര്യം ചെയ്യേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് കുടിക്കേ. അവളുടെ മുഖമാകെ വിളറി വെളുത്തു. അവൾ ദേഷ്യമടക്കാൻ പാടുപെട്ടുകൊണ്ട് നിന്നു. ഇയാളെ എതിർത്താൽ താൻ തന്നെയായിരിക്കും കഷ്ടപ്പെടേണ്ടി വരാന്ന് അവൾക്കറിയാമായിരുന്നു. അവൾക്ക് വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അവളൊരു വൈൻ ഗ്ലാസ് പിടിച്ച് എല്ലാവരുടെയും നടുക്ക് പോയി നിന്നു. എന്നിട്ട് ആ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ച് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഹലോ എവ്രിവൺ, ഈ ഒരു ഗ്ലാസ് വൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ലെറ്റ് us എൻജോയ് ടുഗദർ. അതോടുകൂടി വടക്കൻ നിർത്തുമെന്നാ അവൾ കരുതിയത്. എന്നാ അവൾക്ക് തെറ്റിപ്പോയി. ഹേ, ഇതൊന്നും പോരാ, ഇവിടെ ഞങ്ങൾ ഓൾമോസ്റ്റ് 20 പേരുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, എല്ലാവരുടെയും അടുത്ത് പോയി അവർക്കൊക്കെ കമ്പനി കൊടുക്ക്. എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. ശേഷം അവളെ നോക്കി അയാൾ അർത്ഥം വെച്ചൊന്ന് ചിരിച്ചു. നോ സർ, എനിക്ക് ഇത്രയ്ക്കും ഡ്രിങ്ക്സ് കഴിക്കാൻ പറ്റില്ല സർ. അമൃത അപ്പോൾ തന്നെ നിരസിച്ചു. നോൺസെൻസ്, ഞങ്ങളാണ് ഇന്നത്തെ ഗസ്റ്റ്. പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ട. പിന്നെ ഓരോ ക്ലാസ്സിനും കമ്മീഷൻ എണ്ണി തരും. എന്താ? വടക്കൻ അവളുടെ കവിള് തട്ടി വൃത്തികെട്ട രീതിയിൽ ചിരിച്ചു. ആ റൂമിലുണ്ടായിരുന്ന എല്ലാവരും വടക്കൻ പറയുന്നത് ശ്രദ്ധിച്ചു നിൽക്കുമായിരുന്നു. അയാൾ ഇത്തിരി ഓവറാണെന്ന് അവിടെ കൂടി നിന്നവർക്ക് എല്ലാവർക്കും തോന്നിയെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. ഇയാൾക്ക് എന്തിന്റെ കേടാ? അമൃതയുടെ നിൽപ്പ് കണ്ട് സഹതാപത്തോടെ ശിവാനി പറഞ്ഞു. ഈ വയസ്സാം കാലത്ത്. പ്രകാശ് വെറുപ്പോടെ അയാളെ നോക്കി. ഡോക്ടർ, അമൃത? ശിവാനി ശ്രീദേവിനോട് ചെവിയിൽ ചോദിച്ചു. ശ്രീദേവ് തല താഴ്ത്തിയിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ശ്രീദേവ് ഒന്നും പറയാത്തതിൽ പരിഭവിച്ച് ശിവാനി പ്രകാശിനോട് ചോദിച്ചു. ശ്രീദേവ് അല്ലേ പറയേണ്ടത്? നമുക്കെന്താ റോൾ? വെയിറ്റ്, എവിടം വരെ പോകുന്നു നോക്കാം. പ്രകാശ് അവളെ സമാധാനിപ്പിച്ചു. അമൃതയ്ക്ക് അത്രയേറെ വൈൻ ഒറ്റയടിക്ക് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടല്ല. പക്ഷെ അച്ചുവിന്റെ മുഖം ഓർത്തപ്പോൾ, കിട്ടാൻ പോകുന്ന കമ്മീഷൻ ഓർത്തപ്പോൾ അവളെല്ലാം സമ്മതിക്കുകയായിരുന്നു. ശരി, ഞാൻ ചെയ്തോളാം, അമൃത സമ്മതിച്ചു. ഹോ നൈസ് എന്ന് പറഞ്ഞ് വടക്കൻ അമൃതയുടെ ഷോൾഡറിൽ തട്ടി അഭിനന്ദിച്ചു. അമൃത ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് വൈൻ ഒഴിച്ച ഗ്ലാസുമായി ചിയേഴ്സ് പറഞ്ഞ് അത് കുടിച്ചു. എല്ലാവരും ഒറ്റവലിക്ക് വൈൻ അകത്താക്കുന്നുണ്ടായിരുന്നു. അവൾ പ്രകാശിന്റെയും ശിവാനിയുടെയും അടുത്തെത്തി. അവർ അവളെ ദയനീയമായി നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഒരു സിപ്പ് എടുത്താൽ മതിയാവും. അവൾക്കത് വലിയ ആശ്വാസമായി. താങ്ക് യു സോ മച്ച്. ഇനി ആ റൂമിൽ ശ്രീദേവ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവൻ അപ്പോഴും സോഫയിൽ ചാരിയിരിക്കുകയായിരുന്നു. ഒരു കളി കണ്ടിരിക്കുന്ന ലാഘവത്തിൽ അവൻ അവിടെ നടക്കുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ നടന്ന് ശ്രീദേവിനരികിലെത്തി. അവൻ അപ്പോഴും അവളുടെ മുഖത്ത് നോക്കിയില്ല. അവളുടെ മുഖവും വിളറി വെളുത്തിരുന്നു. ചിരിക്കാൻ കഴിയാതെ മുഖത്തെ മസിലുകളെല്ലാം വലിഞ്ഞു മുറുകിയതുപോലെ അവൾക്ക് തോന്നി. അവൾ പ്രയാസപ്പെട്ട് ഒരു ശ്വാസം എടുത്തതിനു ശേഷം പറഞ്ഞു, ഡോക്ടർ ശ്രീദേവ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ചിയേഴ്സ്. ഈ സമയം പ്രകാശും ശിവാനിയും അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീദേവ് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു, ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഞാൻ വൈൻ കുടിക്കില്ല. അമൃതയ്ക്ക് ആകെ അങ്ങ് വല്ലാണ്ടായി. ശ്രീദേവിൽ നിന്നും അങ്ങനൊരു മറുപടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ തൊണ്ട വരണ്ടു ഉണങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. നാണക്കേട് കൊണ്ട് നിന്ന നിപ്പിൽ അപ്രത്യക്ഷയായ മതിയായിരുന്നു വരെ അവൾക്ക് ഈ നിമിഷം തോന്നി. താൻ ഇതെല്ലാം ചെയ്യുന്നത് തന്റെ മകന് വേണ്ടിയിട്ടാണെന്ന് അവൾക്ക് പറയണമെന്ന് തോന്നി. പക്ഷെ അച്ചുവിന്റെ കാര്യം പറഞ്ഞ മറ്റു പലതും പറയേണ്ടി വരും എന്നതിനാൽ അവൾ അതൊന്നും പറയാൻ നിന്നില്ല. പ്രകാശും ശിവാനിയും തലയ്ക്ക് കൈകൊടുത്ത് അവരെ കേൾക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ശ്രീദേവ്, ചിലർ ഡോക്ടർമാരാകും, ചിലര് ടീച്ചേഴ്സ് ആവും, വേറെ ചിലർ ഇതുപോലെ ഡ്രിങ്ക്സ് സെർവ് ചെയ്യും. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാ ജോലി ചെയ്യുന്നത്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അവൻ അവളെ നോക്കി ദേഷ്യത്തിൽ തുടർന്നു. സത്യസന്ധമായാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആരെയും പേടിക്കേണ്ടതില്ല. എല്ലാ ജോലിക്കും അതിന്റേതായ വിലയുണ്ട്. എന്നെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾക്കൊരു അവകാശവുമില്ല. ശ്രീദേവും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നീ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? നീ എങ്ങനെ ജീവിച്ചാലും എനിക്കെന്താ? അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു. അവരവരുടെ ഭൂതകാലവും വർത്തമാനകാലവും എല്ലാം മറന്നുപോയതുപോലെ തോന്നി. അവൻ അവളെയും വിളിച്ച് ഡോക്ടർ വടക്കന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ വടക്കൻ,
നമുക്കൊരു ബെറ്റ് വെച്ചാലോ? അത് വളരെ നല്ലൊരു തീരുമാനമാണ്. അല്ല ശ്രീദേവ്, നീ ഇന്ന് രാത്രി കുടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നെന്താ ഒരു മാറ്റം? എനിവേ, ഞാൻ റെഡി. വടക്കൻ അവന് കൈ കൊടുത്തു. ഇതൊക്കെയല്ലേ ഒരു രസം? ശ്രീദേവ് അമൃതയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, എന്താ ഡീൽ? ഡോക്ടർ വടക്കൻ ചോദിച്ചു. ഡീലൊക്കെ വളരെ സിമ്പിളാണ് ഡോക്ടർ. ഒരാൾ വീഴുന്നത് വരെ നമ്മൾ വെള്ളം അടിക്കുന്നു. ആരാണോ ആദ്യം വീഴുന്നത് അവർ തോൽക്കും. പിന്നെ ഇന്നത്തെ മുഴുവൻ ചെലവും അയാൾ എടുക്കണം. ഡീൽ? ശ്രീദേവ് ചോദിച്ചു. എന്നാൽ തോൽക്കാൻ തയ്യാറായിക്കോളൂ ഡോക്ടർ ശ്രീദേവ്, ഞാൻ എപ്പോഴേ റെഡി. വടക്കൻ തയ്യാറായി വന്നു. അമൃതയ്ക്ക് അവനെ പിന്തിരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. അവൻ അവളോട് എന്തു മറുപടി പറയുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവൾ വേറൊരു വൈൻ കാർഡ് എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും അവിടെയുള്ളവരെല്ലാം ഇവർക്ക് ചുറ്റും കൂടിയിരുന്നു. ആർത്തു വിളിച്ചും കൈകൾ കൊട്ടിയും അവർ 2 ചേരികളായി തിരിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ അവരുടെ ഒഴിഞ്ഞ ഗ്ലാസുകൾ തുടരെ നിറച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ ഓരോ കുപ്പികളും ഒഴിച്ചുകൊണ്ടിരുന്നു. 1 ഡസനോളം കുപ്പികൾ കഴിഞ്ഞപ്പോഴും അവർക്ക് അത് നിർത്താൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. അവർ വൈൻ കുപ്പി ഒഴിയുന്നതിനോടൊപ്പം വേറെയും കുപ്പികൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്നും ശിവാനി ശ്രീദേവിന്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, ഇപ്പൊ തന്നെ കുറെ ആയല്ലോ. നിങ്ങൾക്ക് വയറിന് പ്രശ്നമാവുന്നല്ലേ പറഞ്ഞത്? നിർത്തിക്കൂടെ? അവൾ ശ്രീദേവിന്റെ ചെവിയിൽ പറഞ്ഞു. ശ്രീദേവ് രൂക്ഷമായി അവളെ ഒന്ന് നോക്കി. അവൾ കൂടുതലൊന്നും പറയാതെ പിന്നിലേക്ക് മാറി. ശിവാനി പതിഞ്ഞ സ്വരത്തിലാണ് അവനോട് സംസാരിച്ചതെങ്കിലും അമൃത അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പേടിച്ച് പിന്നിലേക്ക് മാറി നിന്ന ശിവാനിയെ നോക്കിക്കൊണ്ട് അവൾ ശ്രീദേവിനോട് പറഞ്ഞു. ശിവാനി പറഞ്ഞത് ശരിയല്ലേ ദേവ്? ഇപ്പൊ തന്നെ ഓവറാണ്. ഷട്ട് അപ്പ്. ശ്രീദേവ് ഒരു ഗ്ലാസ് വൈൻ കുടിച്ചുകൊണ്ട് അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ അവൾക്ക് നിർത്താനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇനി കുടിക്കരുത്. നീ ഒരു ഡോക്ടറല്ലേ? നിന്റെ വയറിന് പ്രശ്നമാണ്. നിർത്ത് നിന്റെ കുടി. നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എനിക്കത് ഇഷ്ടമല്ല. ശ്രീദേവ് ദേഷ്യത്തോടെ തിരിച്ചടിച്ചു. അവളും വിട്ടുകൊടുത്തില്ല. അവൾ വേഗം ഒരു ഗ്ലാസ് വൈൻ എടുത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ എനിക്ക് മതിയായിട്ടില്ല, ഞാനും നിങ്ങളോടൊപ്പം കൂടാ. അവൾ ഒരു ഗ്ലാസ് വൈൻ എടുത്ത് ചുണ്ടോടടുപ്പിച്ചതും ആ ഗ്ലാസ് തെറിച്ച് നിലത്തു വീണതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് അവിടെ നിശബ്ദമായി. ആരവങ്ങളും ആർപ്പുവിളികളും നിലച്ചു. വൈൻ ഗ്ലാസ് നിലത്തു വീണ് ചിതറിയപ്പോൾ അമൃതയും ഞെട്ടിത്തരിച്ചു നിന്നു. ശ്രീദേവ് ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കി നിൽപ്പായിരുന്നു. താനല്ല ആ ഗ്ലാസ് എറിഞ്ഞുടച്ചത് എന്ന പോലെ അവൻ അവളെ അതിരൂക്ഷമായി നോക്കി. അവൾക്കാണെങ്കിൽ ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശിവാനി അവളുടെ അടുത്തേക്ക് ഓടി വന്ന് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് അന്വേഷിച്ചു. ഗെറ്റ് ഔട്ട്, ശ്രീദേവ് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. ഐ സെഡ് ഗെറ്റ് ഔട്ട്. ശ്രീദേവ് അവളെ ആ റൂമിൽ നിന്നും ഇറക്കി വിട്ടു. അവൾ ആരെയും തിരിഞ്ഞു നോക്കാതെ ആ മുറി വിട്ടുപോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ശിവാനിയും പ്രകാശും പരസ്പരം മുഖം നോക്കി നിന്നു. ഭാഗം 16 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂട്ടുകാർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക. താങ്ക്